Hello friends, welcome to Dhruv World Malayalam recipes. ഇന്ന് ഞാൻ വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന മഷ്റൂം പെപ്പർ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് മഷ്റൂം ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ പീസസ് ആക്കിയിരിക്കുകയാണ്. നമുക്ക് വളരെ ചെറിയ പീസും ആക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആക്കാം. മഷ്റൂം എങ്ങനെ ക്ലീൻ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. ഇവിടെ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്ക് 2-3 വറ്റൽമുളക് ചേർക്കാം. ഇതിലോട്ടൊരു 4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കണം. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോഴേക്കും നമുക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. ഇത് ബ്രൗൺ നിറാവണം, അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് അപ്പോൾ പെട്ടെന്ന് ബ്രൗൺ നിറായി കിട്ടുമല്ലോ. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കണ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ ഇപ്പോൾ നന്നായിട്ട് സവാള വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം. തീ കുറച്ച് വെച്ചിട്ട്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മഷ്റൂം ഇതിലോട്ട് ചേർക്കാം. മഷ്റൂം കഷ്ണങ്ങൾ നന്നായിട്ട് എല്ലാം ഇളക്കി യോജിപ്പിക്കുക. ഇവിടെ നന്നായിട്ട് ഞാൻ ഇളക്കി യോജിപ്പിച്ചു. ഇനി ഇത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട്, നമ്മൾ ആദ്യം സവാളയിൽ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു, ഇനി വേണമെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർക്കപ്പോൾ, എന്നിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഈ സവാളയ്ക്ക് പകരം ഉള്ളിയാണ്, ഒരു 10-15 ഉള്ളിയാണ് എടുക്കണമെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആവും കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളമൊക്കെ വന്ന് അതിലുണ്ടാവും. നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതെ തന്നെയാണ് ഇത്രയും വെള്ളം വന്നിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ചില കൂണിൽ ഇതിനേക്കാൾ കൂടുതൽ വെള്ളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾക്കിത് തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് ഇതിന് മൊരിയിച്ചെടുക്കണം. നമ്മൾ ഫ്രൈ ആണല്ലോ, പെപ്പർ ഫ്രൈ ആണല്ലോ. അപ്പോൾ കുറച്ച് ഓയിൽ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഈ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. പെട്ടെന്നാവും. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പെപ്പർ ഫ്രൈ ആണ് കേട്ടോ, മഷ്റൂം പെപ്പർ ഫ്രൈ. അങ്ങനെ നമ്മുടെ മഷ്റൂം നല്ല അടിപൊളിയായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി മഷ്റൂം പെപ്പർ ഫ്രൈ റെഡി ആയി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ ബൈ.